ഹായ്, ഇന്നിതാ ഒരു കിടിലൻ ഐറ്റംസുമായിട്ടാണ് നമ്മൾ വരുന്നത്. അലക്കുകല്ല്, അതായത് സഞ്ചരിക്കുന്ന അലക്കുകല്ല്. അതായത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി വെക്കാം, നമ്മൾ ആവശ്യാനുസരണം എവിടേക്ക് വേണമെങ്കിലും മാറ്റി വെക്കാൻ കഴിയുന്ന ഒരു അടിപൊളി അലക്കുകല്ലാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാം. ഇത് വളരെ ചെലവും കുറവാണ്, അതേപോലെ തന്നെ നിർമ്മിക്കലും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഇരുമ്പ് കല്ല്, അതായത് അലക്കുകല്ല്, അതായത് സഞ്ചരിക്കുന്ന അലക്കുകല്ല്, നമുക്ക് ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാൻ കഴിയുന്ന ഒരു അലക്കുകല്ലാണ് ഇന്ന് നിർമ്മിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടിയത് കുറച്ച് PVC പൈപ്പുകളാണ്. ഇത് 1.5 ഇഞ്ച് PVC പൈപ്പാണ്. അതായത് 1.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ 50 mm PVC പൈപ്പ്. അതിൽ നമ്മൾ 40 സെന്റിമീറ്ററിൽ 4 പീസ് എടുക്കും. ഇത് നമുക്ക് കാലിന് വേണ്ടിയിട്ടുള്ളതാണ്. 40 സെന്റിമീറ്ററിൽ 4 പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 15 സെന്റിമീറ്ററിൽ നമ്മൾ 8 പീസ് എടുത്തിട്ടുണ്ട്. 15 സെന്റിമീറ്ററിൽ 8 പീസ്. അതേപോലെ തന്നെ 1.5 ഇഞ്ചിന്റെ ടീ നമ്മൾ എടുത്തത് 8 പീസ് ടീ എടുത്തിട്ടുണ്ട്. 8 പീസ് ടീ എടുത്തിട്ടുണ്ട്. പിന്നെ 50 സെന്റിമീറ്ററിൽ നമ്മൾ 2 പീസ് എടുത്തിട്ടുണ്ട്, നമുക്ക് സൈഡ് ഭാഗങ്ങളിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 50 പീസിൽ 2 പീസ്, അതേപോലെ 30 സെന്റിമീറ്ററിൽ 2 പീസ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച 15 സെൻറ്റിമീറ്ററിൻ്റെ പീസ്, അതായത് 4 പീസ് നമ്മൾ 4 ഭാഗത്തും ഫിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ കാല് സെറ്റ് ചെയ്ത് റെഡിയായി. ഇനി നമുക്ക് ഇതിൽ കോൺക്രീറ്റ് നിറച്ചാൽ മതി. അതിനു മുമ്പ് നമുക്ക് ആദ്യം നമ്മുടെ സ്ലാബ്, അതിൻ്റെ മുകളിൽ വെക്കാനുള്ള കല്ലാണ് ആദ്യം നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. കല്ല് വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഫ്രെയിം ഉണ്ടായിട്ടുണ്ട്. ഈ ഫ്രെയിമിൻ്റെ വീതി നമ്മൾ 52 സെൻറ്റിമീറ്ററും നീളം 72 സെൻറ്റിമീറ്ററുമാണ് എടുത്തത്. ഇത് പട്ടിക കൊണ്ടോ അല്ലെങ്കിൽ ഫ്ലൈവുഡിൻ്റെ കഷ്ണം കൊണ്ടോ ഒക്കെ നമുക്ക് ഇതേപോലെ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു നെറ്റാണ്. ഇത് 1/2 മീറ്റർ നെറ്റാണ് ഞാൻ വാങ്ങിയത്. കാരണം ഇതിന് 1 മീറ്ററിന് 100 രൂപയാണ്, 1/2 മീറ്റർ 50 രൂപൻ്റെ ഒരു 1/2 മീറ്റർ. ഇനി നമുക്ക് കോൺക്രീറ്റ് ശരിയാക്കാം. ഈ കോൺക്രീറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തത് 1:1:1 എന്ന രീതിയിലാണ് എടുത്തത്. അതായത് ഒരു ചട്ടി ബേബി മെറ്റൽ, അതേപോലെ ഒരു ചട്ടി പിന്നെ മണൽ അല്ലെങ്കിൽ എംസാൻഡ്,
ഒരു ചട്ടി സിമെൻറ്റ് എന്ന രീതിയിലാണിത്. അത് കുറച്ച് നല്ല സ്ട്രോങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു വെച്ച് മാറ്റാനൊക്കെ ഉള്ള സ്ലേവാണല്ലോ അത്.
നനച്ചതിന് ശേഷം സിമെൻറ്റിൻ്റെ പൊടി, അതായത് സിമെൻറ്റ് മാത്രം കുറച്ച് ഇതേപോലെ ഒന്ന് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ കുമ്മായം ഇതിന് മുകളിൽ നമുക്ക് പ്ലാസ്റ്റർ ചെയ്യാം. വളരെ ചെറിയ കനത്തിൽ ഇതേപോലെ തേച്ചെടുത്താൽ മതി. കണ്ടില്ലേ? ഇത് നന്നായിട്ട് നമ്മൾ കത്തി കൊണ്ട് നമ്മൾ മിനുക്കരുത്. ഇതേപോലെ ഒരു പലക കൊണ്ട്, അതായത് കുമ്മായ പലക അല്ലെങ്കിൽ നമ്മൾ തേപ്പ് പലക എന്ന് പറയും ഇതിന് ചില നാട്ടിലൊക്കെ, അല്ലെങ്കിൽ നമുക്കൊരു പലകയുടെ ഒരു സാധാ എന്തിൻ്റെങ്കിലും പ്ലൈവുഡിൻ്റെ കഷ്ണം എന്തെങ്കിലും പലക എടുത്തിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഇതേപോലെ ഒരു പട്ടി കടിച്ചാൽ നമുക്ക് ഇതേപോലെ ഒരു പലക ആക്കി മാറ്റാം. തിരുമ്പ് കല്ല് അടിപൊളിയായിട്ടുണ്ട്. ഇനി 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. ഇതേപോലെ നമുക്ക് ഇത് സ്ലാബ് എടുത്ത് മാറ്റാം. വീണ്ടും എവിടെയാണോ നമ്മുടെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് എവിടെയാണോ അവിടെ നമ്മുടെ കാല് കൊണ്ടുവച്ചതിന് ശേഷം ഈ സ്ലാബ് വീണ്ടും അതിന് മുകളിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇത് തിരുമ്പ് കല്ല് മാത്രമല്ല, നമുക്ക് മുറ്റത്തൊക്കെ വേണമെങ്കിൽ ഒരു ടേബിളായിട്ടും ഇത് ഉപയോഗിക്കാം. അതായത് മേശയായിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. 1.5 ഇഞ്ചിൻ്റെ ഒരു ലെങ്ത്ത് PVC ആണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചത്. അതേപോലെ 10 കിലോ സിമെൻറ്റ് ആണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചത്. നമുക്ക് 600 രൂപ മൊത്തം ചിലവ് വന്നിട്ടുണ്ട്. നെറ്റ് അടക്കം 600 രൂപയാണ് ഇതിന് നമുക്ക് ചിലവ് വന്നത്. അപ്പോൾ നമ്മുടെ സഞ്ചരിക്കുന്ന അലക്കുകല്ല് അതായത് കോൺക്രീറ്റ് ഈ ടേബിൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് തരിക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.